കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഇന്നലെ തൊപ്പി ഇന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അപ്പോൾ വിളിച്ച സമയത്ത് എന്നോട് നീ വീഡിയോ ചെയ്തല്ലേ, റാംബോ വീഡിയോ കണ്ടു, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നീ നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ്, എൻ്റെ ഓപ്പോസിറ്റാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായി. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? മരണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോൾ ഞാൻ തൊപ്പീനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തൊപ്പീനെ വിളിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. തൊപ്പിയോടാണെന്നുണ്ടെങ്കിലും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചോദിക്കുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. തൊപ്പി ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റൂ, ബിക്കോസ് ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. കാരണം വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് യൂട്യൂബ് റവന്യൂ മാത്രമല്ല, മറ്റേ ആ സ്കാനർ ഇട്ട് പൈസ വാങ്ങുന്ന പരിപാടി അടക്കം, സൂപ്പർ ചാറ്റ് അടക്കം, എല്ലാ രീതിയിലും റെസ്പോൺസിബിളാണ് വ്യൂവേഴ്സിൻ്റെ അടുത്ത്. തൊപ്പി തന്നെ പക്ഷേ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, നീ മാറ്റി പറയേണ്ടി വരും. ഞാൻ എന്ത് മാറ്റി പറയാൻ? ഒരു മാറ്റിപ്പറച്ചിലുമില്ല മോനെ. തൊപ്പിയാണെന്നുണ്ടെങ്കിലും ഇനി വേറെ ആരാണെന്നുണ്ടെങ്കിലും ഇട്ട വീഡിയോ അവിടെ തന്നെ കിടക്കും, മാറ്റി പറയാനില്ല, ചോദിക്കാനുള്ള ചോദ്യങ്ങളും ചോദിക്കും. എനിക്ക് പേഴ്സണലി കൺവിൻസ്ഡ് ആയ സപ്പോർട്ട് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ തൊപ്പിയുടെ കുറെ എഡിറ്റ് ടീമുകളുണ്ട് ഇതിനകത്ത്, എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. അമ്മമാർ ഇതിൻ്റെ വാലും പിടിച്ച് ഏജന്റിനെ തുലയ്ക്കാന്നൊക്കെ പറഞ്ഞ് കുറെ മീമും ട്രോളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആനമയിൽ ഒട്ടകമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തേനു ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. തൊപ്പി എത്ര ഹെയ്റ്റ് കണ്ടിട്ടുണ്ടോ, അതിനേക്കാൾ വലിയ ഹെയ്റ്റ് ഇതിൻ്റെ അകത്തിരുന്ന് കണ്ടതും കിട്ടിയതൊക്കെയാണ് എനിക്ക്. അതൊക്കെ എൻ്റെ ഒരു പ്രൊമോഷൻ, ഫ്രീ പ്രൊമോഷനായിട്ട് ഞാൻ എടുത്തിട്ട് ആ വഴിക്കാണ്ട് വിടും. ഓക്കെ, അതുകൊണ്ട് തൊപ്പീൻ്റെ പൂച്ചാണ്ടികൾ ആ വഴിക്ക് അത് വാലായിട്ട് വരുന്നവർ അങ്ങനെ വെച്ചിട്ട് നടന്നാൽ മതി. അതിലൊന്നും ഉരുക്കി പോണ ഒരാളല്ലേ ഞാൻ. ഇതൊക്കെ എന്ത്? ഇനി തൊപ്പിയുടെ ഇന്നലത്തെ വീഡിയോനകത്ത് ഷമീറും മമ്മും വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞത്, ഷമീറിന്റെ പെങ്ങളെ കല്യാണത്തിന്റെ വിഷയം സാലറിയുടെ പ്രശ്നം. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. മമ്മു പറഞ്ഞത് മമ്മുയുടെ വീടിന്റെ പ്രശ്നം, എഗൈൻ സാലറിയുടെ വിഷയം. തൊപ്പി വീഡിയോനകത്ത് കാണിച്ചത് എന്താ? എന്താ വീഡിയോനകത്ത് കാണിച്ചേ? ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നു, എനിക്കതൊരു ലൈക്ക് സ്വന്തം കുഴി തോണ്ടുകയെന്ന് പറയില്ല തൊപ്പി, അതുപോലത്തെ ഒരു ഐറ്റം പോലെ എനിക്ക് തോന്നി. ഞാൻ ഇപ്പം ഈ പറയുന്നത് മേ ബി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏജന്റ് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നും. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.